സംസ്ഥാന മന്ത്രിസഭയുടെ കേരള പര്യടനമായ നവകേരള സദസ്സിനായി ഇന്ന് സമാപനം. പ്രഭാത യോഗത്തോടെ അല്പസമയത്തിനകം സമാപന ദിനത്തിലെ പരിപാടികൾ തുടങ്ങും. കഴിഞ്ഞ മാസം 17-ന് മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച് നവകേരള സദസ്സ് 37-ാം ദിനത്തിലാണ് സമാപിക്കുന്നത്. യാത്ര തുടങ്ങുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരായിരുന്നുവെങ്കിൽ യാത്ര സമാപിക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ മുന്നണികൾ പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഇന്ന് കനത്ത പ്രതിഷേധമുണ്ടാകാനാണ് സാധ്യത. അതേസമയം നവകേരള സദസ്സിന് ബദലായി UDF തുടങ്ങിയ കുറ്റവിചാരണ സദസ്സ് എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന മന്ത്രി കെ രാജൻ. വീടുകൾക്ക് മുന്നിൽ ക്യാബിനറ്റ് എത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു കേരളത്തിലെ ജനങ്ങളെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. വലിയ അനുഭവമാണ്. ഒരുപക്ഷെ ലോക ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു സദസ്സിലേക്ക് നാട് മുഴുവൻ വരിക, വീടിന്റെ മുമ്പിൽ ക്യാബിനറ്റ് എത്തിച്ചേരുമ്പോൾ ആഹ്ലാദത്തോടെ അതിനെ സ്വീകരിക്കുക. വടക്കൻ ജില്ലകൾ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കണ്ട അത്ഭുതകരമായൊരു കാഴ്ച, വീടിന്റെ മുമ്പിലൂടെ പോകുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടത്തിന്റെ വാഹനത്തിന് മുമ്പിൽ പൂത്തിരി കത്തിച്ചും വീട്ടിലെ അമ്മമാർ ചെരാത് കത്തിച്ചും മെഴുകുതിരി കത്തിച്ചും പൂവെറിഞ്ഞുമൊക്കെ യാത്രയെ സ്വീകരിക്കുക. ഒരു ഗവൺമെന്റിനെ കേരളം അതിന്റെ വീട്ടുമുറ്റത്തേക്ക് സ്വീകരിക്കുന്ന ഒരു അനുഭവം. ഈ 140 നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്ന ജനസദസ്സിന്റെ അതേ സ്ഥലത്ത് അതിനേക്കാൾ കൂടുതൽ ആളെ വെച്ച് നടത്തുന്ന കുറ്റവിചാരണ സദസ്സ് കേൾക്കാനില്ല. ഞങ്ങൾ കാണാത്തതുകൊണ്ടുള്ള കുഴപ്പമാണോ എന്നറിയില്ല. ആദ്യം കുറേശ്ശെ ആളെയൊക്കെ വെച്ചിട്ട് 13 കേന്ദ്രത്തിലോ മറ്റോ കണ്ടില്ല. ഇപ്പൊ ഒന്നും കേൾക്കാനില്ല.